ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജി ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള 12ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങളെയും ഓരോ തിങ്സിനെയും വി ഹാവ് എ ടെൻഡൻസി ടു ക്ലാസിഫൈ അല്ലേ. നമ്മൾ ഓരോ സെക്ഷനും ഓരോ സാധനങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്തൊക്കെയായിരിക്കും? കുറച്ച് സാധനങ്ങൾ തന്നാൽ നമ്മൾ അതിനനുസരിച്ച് തരംതിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ചിലത് ഷേപ്പിന്റെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും, ചിലത് കളർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ചിലത് സൈസ്, ചിലത് യൂസ്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓർഗാനിസംസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സൈസ് അനുസരിച്ച്, അതുപോലെ തന്നെ ബ്യൂട്ടി, അതിന്റെ സ്പീഡ്, അതിന്റെ ഷാർപ്പ് ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിത്ഡ്രോൺ ഇൻ ടു ഫീറ്റ്, അങ്ങനെ അതിന്റെ സൈസ് എല്ലാം അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ. Which among these criteria is the most suitable one for classification? Why and discuss. അതായത് നമ്മൾ ഇതിൽ ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഇഫ് മോർ സ്പെസിഫിക് ക്രൈറ്റീരിയ ആർ അഡോപ്റ്റഡ്, ക്ലാസിഫിക്കേഷൻ ബിക്കം മോർ അക്യുറേറ്റ് അല്ലെ. അതായത് കൂടുതൽ ക്രൈറ്റീരിയ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് മാറും, അക്യുറേറ്റ് ആവും, പെർഫെക്റ്റ് ആവും. It will be easy to study organisms if they can be classified according to the suitable criteria. ഓരോ suitable criteria അനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തന്നെ നമുക്കത് പഠിക്കാൻ, അതിനെ ഓരോ ഓർഗാനിസംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു ഈസിനെസ് കിട്ടും. അപ്പം അതാണ് നമുക്ക് ക്രൈറ്റീരിയ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്താലുള്ള യൂസസ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കൂ, ഇതില് വിങ്സ് ഉള്ളത് വിങ്ങിന്റെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. വിങ്സിന്റെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ദോസ് വിത്ത് വിങ്സും ദോസ് വിത്തൗട്ട് വിങ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് വിങ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ്, ഒരു പെയർ. അടുത്തത് 2 പെയർസ് ഓഫ് ഒബ്സർവബിൾ വിങ്സ്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടക്കും. അടുത്തത് നോക്കൂ, പെക്യൂലിയാരിറ്റീസ് ഓഫ് ലെഗ്സ്, അവരുടെ കാലുകളുടെ പെക്യുലിയാരിറ്റി അനുസരിച്ച് ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത്തിന്റെ ലെഗ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ അൺഈക്വൽ ലെങ്ത്തിലെ ലെഗ്സ് വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആ ഒരു വിങ്സിന്റെ പെക്യുലിയാരിറ്റി ഓഫ് വിങ്സ് ഇതിൽ കണ്ടോ, ട്രാൻസ്പെറന്റ് വിങ്സ് ആണ്, അതുപോലെ തന്നെ നോൺ ട്രാൻസ്പെറന്റ് വിങ്സ് ആണ്. അപ്പോൾ ഇതനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള കുറച്ച് അവസരം കൂടിയും നല്ല എളുപ്പത്തിൽ പഠിക്കാനുള്ള അവസരം കൂടി ലഭിക്കും. അപ്പോൾ വൈ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസംസ് വെരി ഈസി? എന്തുകൊണ്ടാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ എളുപ്പത്തിൽ പറ്റുന്നത്? ഈസി ആവാൻ കാരണം ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ്, കുറച്ച് ഓർഗാനിസംസ് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് കൊണ്ടും 2 ക്ലിയർ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റേഴ്സ്. ഓരോ ഇൻഡിക്കേറ്ററിനും 2 ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടക്കാൻ കാരണം. അപ്പൊ നമുക്ക് എന്താണ് ടാക്സോണമിക് കീസ് എന്ന് നോക്കാം. ടാക്സോണമിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് പ്ലാന്റ്സും ആനിമൽസും ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനാണ് പറയുന്നത് ടാക്സോണമിക് കീസ് എന്ന്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീസ് ഈസ് ദ ഡൈക്കോട്ടമസ് കീസ്. ഒരു ഇമ്പോർട്ടൻറ്റ് കീ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമിക് കീസ് ആണ്. ആ ഡൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 അല്ലെ, 2 എന്നാണ് അർത്ഥം. ഈച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദിസ് കീ ഹാസ് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. ഓരോ കീസിനും ഓരോ ഇൻഡിക്കേറ്ററിനും 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ ഉണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബൈ ചൂസിങ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദി ഓർഗാനിസംസ് ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് ബൈ പ്രൊസീഡിങ് സിസ്റ്റമാറ്റിക്കലി വൺ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദി ഓർഗാനിസംസ്. അതായത് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തിട്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. The taxonomic keys are continuously revised by including peculiarities of newly identified organism. ഇനി പുതിയ ഓർഗാനിസംസ് കണ്ടെത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിങ്ങനെ ടാക്സോണമിക് കീസ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് വാട്ട് ആർ ടാക്സോണമിക് കീസ്, വാട്ട് ഈസ് ഡൈക്കോട്ടമസ് കീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ.
അടുത്തത് വാട്ട് ഈസ് എ ടാക്സോണമി. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസംസ്, ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് നെയിംസ് ദം സയന്റിഫിക്കലി. അതായത് ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഈ ടാക്സോണമി എന്ന് പറഞ്ഞാൽ. ആ ടാക്സോണമിയിൽ എന്താണ് നടക്കുന്നത്? ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യും, അതുപോലെ തന്നെ അവരുടെ സിമിലാരിറ്റീസും ഡിഫറൻസസും അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നെയിംസ് ദം സയന്റിഫിക്കലി, എന്നിട്ട് അവർക്ക് നല്ല ഉചിതമായിട്ടുള്ള പേരുകൾ കൊടുക്കും. അതാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ്, their external and internal features, genetic constitution, evolutionary relationship, etc. are to be thoroughly studied. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്? യെസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഓരോ ഓർഗാനിസംസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കണം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് സ്റ്റഡി റിവീൽസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഈ ഒരു ഈ ഒരു സ്റ്റഡിയിൽ എന്ത് സംഭവിക്കും? പലതരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. It also enables us to acquire a general idea about the plants and animals of various geographical areas. Taxonomy uses ആണ് പറയുന്നത് കേട്ടോ. പ്ലാന്റ്സും ആനിമൽസും ഓരോ ജോഗ്രഫിക്കൽ ഏരിയസിലുള്ള പ്ലാന്റ്സും ആനിമൽസിൻ്റെയും കുറിച്ചൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ടാക്സോണമി പ്രൊവൈഡ്സ് എവിഡൻസസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഓർഗാനിസംസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അതായത് നമുക്ക് ഓരോ സ്റ്റേജിലും അവരെങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, എവല്യൂഷൻ, ഓർഗാനിസംസിൻ്റെ ഇവല്യൂഷനൊക്കെ നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക്, സിമ്പിൾ മുതൽ കോംപ്ലക്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റേജസ് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയും എന്നാണ് ഈ ടാക്സോണമിയുടെ യൂസസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ടാക്സോണമി, വാട്ട് ആർ ദി purpose of classification, എന്തിനു വേണ്ടിയിട്ടാണോ ദ യൂസസ് ഓഫ് ടാക്സോണമി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സോണമിയുടെ വാട്ട് ഈസ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇതാണ് ടാക്സോണമി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ യെസ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്